ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം നേരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് ഐജെകെ ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം പത്തിന് പൊന്നോണം എന്ന നമ്മുടെ ഓണം സീരീസിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഇന്ന് ഓൾറെഡി ഞാൻ സാരി ഉടുത്തിട്ടുണ്ട്. എന്നും സാരി ഉടുക്കണതാണ് കാണിക്കാതെ, പിന്നെ മേക്കപ്പ് ചെയ്യണതൊക്കെ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു സാരി ഉടുത്തിട്ട് വരാമെന്ന്. ഇത് ഞാൻ എവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചത്? മീഷോയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു. ഇതിന് എനിക്ക് തോന്നുന്നു 350 രൂപയോ 400 രൂപയോ കണ്ടുള്ളൂ. അപ്പം കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇവിടുത്തെ നമ്മുടെ വാവുട്ടി മാവേലി ആയിരുന്ന നമ്മുടെ ഓണത്തിന് ഞാൻ ഈ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ പ്ലീറ്റ് ഇട്ടിട്ടാണ് എടുത്തത്. പക്ഷെ ഇന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം അതിന് പെയറായിട്ട് ഇങ്ങനെ ഒരു കരിമണി മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓണം ഔട്ട്ഫിറ്റ്. അപ്പം ഇതിൻ്റെ മുന്താണിമയാണെങ്കിലും ജസ്റ്റ് ഒരു സ്ക്വയർ പോലെ ഒരു ഇതാണ് വരുന്നത്, ടൈപ്പ് വരുന്നത്. അടിയിലത്തെ സാധനല്ലേ ഏതാ ഈ കെട്ടിയേക്കണതാ? അതെന്റെ എനിക്കൊരു 5 വയസ്സ് 6 വയസ്സുള്ളപ്പോ എന്റെ അമ്മച്ചിക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആദ്യം നമ്മള് എത്ര വർഷം മുന്നത്തെ ഇത് ഫാഷനാണ്. ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ സാരിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോ ഇങ്ങനെ കെട്ടാൻ വേണ്ടി കൊടുക്കണമായിരുന്നു. ഞാൻ കണ്ടേക്കണം. എനിക്ക് അങ്ങനെ അധികം സാരി ഒന്നും ഇല്ല കല്യാണത്തിനായിരുന്നു. ഞാൻ 5 സാരി വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ സാരി ഒന്നും ഉടുക്കണ ടൈപ്പ് അല്ല. അപ്പം ഇങ്ങനെ നമ്മൾ കെട്ടാൻ വേണ്ടി കൊടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന ഒരുവിധം സാരികളിലൊക്കെ അവര് നമുക്ക് ആദ്യം കെട്ടുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ ഇപ്പൊ വരുന്നതിലൊക്കെ ഒരുവിധം അവരിങ്ങനെ കെട്ടി തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് സാരി വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഭംഗിയല്ലേ കാണാനായിട്ട്. വെറുതെ ഇങ്ങനെ ജസ്റ്റ് നിൽക്കണേക്കാളും കുറച്ചും കൂടി ഭംഗി. ഈ മാല എങ്ങനെ ഉണ്ട് ചേട്ടാ? ഇഷ്ടപ്പെട്ടോ? നല്ല എത്ര പവനുണ്ടെന്ന് അറിയോ? അല്ല, ഇത് നമ്മള് മറ്റേ എന്നിട്ടാ ഇതും ഞാൻ മീഷോ വാങ്ങിച്ചതാ. ഈ സാരിക്ക് അങ്ങനെ അധികം വിലയായിട്ടില്ല. പിന്നെ ബ്ലൗസ് ആണെങ്കിൽ ഞാൻ ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു വെൽവെറ്റിന്റെ മോഡല്, പക്ഷെ ഇവിടെ ഒരു നെറ്റിന്റെ ടൈപ്പ് ആയിട്ട് അങ്ങനത്തെ ഒരു ഇത് വാങ്ങിച്ചത്. ഈ സാരിക്ക് അത്ര മാച്ചാണോ എന്ന് ചോദിച്ചാൽ അത്ര മാച്ചൊന്നുമല്ല. പക്ഷെ ഞാനിങ്ങനെ എന്തെങ്കിലും അധികം ബ്ലൗസ് ഒന്നും ഇല്ലാത്തതിനോട് ഞാൻ എല്ലാം ഇടും. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഓണം ലുക്ക്. ഇന്ന് അധികം മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഞാൻ വിചാരിക്കുന്നത് നാളത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു മാലകളും കമ്മലുകളുടെ ഒക്കെ കളക്ഷൻ കാണിക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഏട്ടനും പിള്ളേരും കൂടി ഇന്നലെ നമ്മൾ എടുത്ത് വെച്ച അതേ പൂക്കൾ വെച്ച്, നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച അതേ പൂക്കൾ വെച്ചിട്ട് വീണ്ടും പൂക്കളിടാന്ന് വിചാരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എത്ര മണിയാവുണ്ട്? 5:30 ആവുന്നുണ്ട് അല്ലേ? 5:30 ആവുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഹാമിൽട്ടൺ കേരള സമാജത്തിന്റെ കേരള സമാജത്തിന്റെ നമുക്കിവിടെ ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോണതിന്റെ ടൈം സ്ലോട്ട് കിട്ടിയത് എന്നാണ്. അപ്പൊ അതിനൊരു ടാഗ് ഒക്കെ അവർ തരും. അപ്പൊ അതും കൂടി വാങ്ങിക്കാൻ പോയ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. അപ്പോൾ ഇനി വേണം ഞങ്ങൾക്ക് പൂക്കളിടാൻ വേണ്ടിയിട്ട്. പിന്നെ നാളെ മുതൽ വീണ്ടും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് പൂക്കളിടുമ്പോൾ കാണാം. അപ്പോൾ വീണ്ടും ഞാനും വാവട്ടി മനസ്സും കൂടി പൂക്കളിടാൻ വേണ്ടി വന്നേക്കാണ്. ഇന്നും എൻ്റെ ഏട്ടൻ ക്യാമറയുടെ ബാക്കിലാണ്. എന്നിട്ട് അവിടെ നിന്ന് കോക്കിരി കാണിക്കുന്നുണ്ട് ഞങ്ങൾ. 8ാമത്തെ പൂക്കൾ. ഇത് 8ാമത്തെ ആയില്ലേ? ഇത് 8ാമത്തെ ദിവസമാണ്. അപ്പം വീഡിയോ എടുക്കൽ കഴിഞ്ഞു എന്റെയും. അത് കഴിഞ്ഞ് ഞാനും പൊന്നസും വാവട്ടിയും കൂടി വന്നിരുന്നിട്ട് പൂക്കളിടാന്ന് വിചാരിക്കാണ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിക്കണത് ട്രയാങ്കിൾ പോലെ അല്ല, ഞാൻ വിചാരിക്കുന്നത് വാവട്ടിയാണോ വിചാരിക്കണേ? ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ ആയിട്ടിട്ടേ. ഇത് വൈറ്റ് ഇടോ പൊന്നസിടോ? ട്രയാങ്കിൾ പോലെ ആക്കണേ. ഇന്നലത്തെ അതേ പൂക്കൾ ഞാട്ടിതും. ഇന്നലെ ഞങ്ങൾ മറ്റേ അന്തസ്സായിട്ട് ഇതിപ്പോ 2-3 ദിവസമായിട്ട് ഇത് തന്നെയാ പൂക്കൾ ഉപയോഗിക്കണേ. പക്ഷെ പല പല ഷേപ്പിലിടാന്ന് വിചാരിക്കാണ്. എന്താ അവിടെ കുറച്ച് എടാ ഇവിടെ കുറച്ച് നീക്കിയിട്ട് അങ്ങോട്ട് നീക്കണേ. പൊന്നൂസ് കറക്റ്റ് ഔട്ടിന് അമ്മല്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, അങ്ങോട്ട് നീക്കി ഫ്രണ്ടിൽ കയറ്റിട്ടാ മതിയാ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഔട്ടി നനങ്ങ ഔട്ടി കിടന്ന്. അമ്മ ഉണ്ട? അമ്മ അവിടെ നിന്നിട്ടു. അവിടെ ഇരുന്ന സ്ഥലത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. ഞങ്ങള് മറ്റേ അത് കുഴപ്പമില്ല. ഇന്നും കൂടി ഇത് വെച്ചിടാം. നാളെ വേറെ മാറ്റാം. ഇനി വേറെ പാതിരാത്രി 7 മണി ഈ സമയത്ത് വേണം. ഇതെന്താണ് ഇങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. സോറി,
ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതെന്തായാലും കളയാൻ പോവാം. ഇനിയിപ്പോ കഴിച്ചത് ഒരു വിധം അങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു വിധമല്ല, ഒരു നല്ല രീതിയിൽ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതിങ്ങനെ ഇടാം. എന്താ നിനക്ക് പറച്ചില്? അപ്പൊ അങ്ങനെ ഏകദേശം ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലെ വന്നു. ഇനി വൗട്ടി പിന്നീസ് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ട്രയാങ്കിളിന്റെ ഉള്ളില് ഈ ഗ്രീൻ കളർ സാധനങ്ങൾ ഇട്. പിന്നെ ഞങ്ങളല്ലാണ്ട് ഞാൻ എന്താ കാരണം? എടാ അത് ഇന്നലെ കുഞ്ഞ് എന്തോ ഒരു ഈച്ച ഉണ്ടായിരുന്നു, അതൊക്കെ ഇവനെ കൊണ്ട് തോറ്റല്ല കർത്താവേ. എന്തൊരു പേടിയത്. ഓക്കെ അല്ലേ? ഇതിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് അല്ല, ഇതല്ലേ ട്രയാങ്കിൾ അല്ലേ പറഞ്ഞു ഞാൻ അതിന്റെ ചുറ്റും ഇത് ത്രികോണ ഇത് ത്രികോണ ഇതിങ്ങനെ ഇതിന്റെ ചുറ്റും ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നത് ട്രയാങ്കിള് ട്രയാങ്കിൾ ട്രയാങ്കിള് ട്രയാങ്കിൾ 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 ആക്കണം നമ്മള്. ഇപ്പൊ ഒരു പെന്റഗോൺ അല്ല, ഇവിടെ ഇങ്ങനെ വരണം. ഹെക്സഗോൺ അല്ല, പേര് പെന്റഗോൺ അല്ല, ഹെക്സഗോൺ പെന്റഗോൺ. പെന്റഗോൺ തന്നെ. ഇനി വീണ്ടും ഗ്രീൻ വീണ്ടും ഗ്രീൻ ഇങ്ങനെ ചുറ്റും വെച്ച്. ഗ്രീൻ തൊടില്ലല്ലോ അല്ലെ? ഇല്ല, അത് തൊടില്ല എന്ന് പറഞ്ഞ ഓൾറെഡി. പേടിയല്ല. നാളെ സ്കൂളിലേക്ക് പോണ്ട. എനിക്ക് എനിക്ക് പോണം, എന്നിട്ട് പോണ്ട. ഇനി 2 ദിവസം വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേ ഞാനിങ്ങനെ ഇത് കറക്റ്റ് ഇങ്ങനെ ആക്കാം. ഇപ്പൊ ത്രികോണായില്ലേ? ത്രികോണം മീൻസ് ഇത് മറ്റേ എന്നിട്ടാ റെഡ് ഇടാൻ പോവാ. എന്താ വെച്ചാ അങ്ങനെ അത് വിടാ, ഇതിൽ വെച്ചിട്ടാ. അടിയിലെ ഇവിടെ നൂല് കൂടി കെട്ടി നിന്റെ ഇടം ഭയങ്കരായിട്ടേ ഇങ്ങനെ ബാഡാക്കണുണ്ട് കേട്ടാ. നിന്റെ ഇടം ഞങ്ങളെ മറ്റേ പ്രോത്സാഹിപ്പിക്കണേ പകരം നിന്റെ ഇടം മറ്റേ അപ്പം എപ്പോഴാ സപ്പോർട്ട് ചെയ്യാ? ഇത് കഴിഞ്ഞിട്ട് ഈ പൂവ് മിക്കവാറും കളയേണ്ടി വരും അല്ലേ? ഇല്ല, എത്ര ദിവസം? 4 ദിവസമല്ലേ? 4 ദിവസമായി. അതല്ല പൊന്നൂസ് മറ്റേ പൂക്കളെ പിച്ച് നോക്കാറുണ്ട് അടുപ്പിച്ചിട്ട്. 4 ദിവസമായില്ലേ? അപ്പൊ നമ്മള് 2 ദിവസം ഇട്ട് അമ്മയുടെ കൂടെ 2 ദിവസം ഇട്ട് 4 ദിവസമായി. ഓക്കെ, കഴിഞ്ഞു. ഇത് നൈറ്റ് ഫസ്റ്റ് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ ഏതാ? അമ്മ 3 സൈഡ്സിന് ട്രയാങ്കിൾ കാണാം. ഈ സൈഡ് ഒരു ട്രയാങ്കിൾ, ഈ സൈഡ് ഒരു ട്രയാങ്കിൾ, ആ സൈഡ് ഒരു ട്രയാങ്കിൾ. എന്തിനടിച്ച് അങ്ങനെ വെറുതെ എടുത്ത് വെച്ചത് വേണ്ടല്ലേ? എന്റെ മാസ്റ്റർ പീസ് ആണ്. നമുക്ക് വെള്ളിയാഴ്ചയാണല്ലേ? അപ്പൊ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചതറിയോ, 10 ദിവസത്തെ ഞാൻ ശരിക്കും എന്റെ എല്ലാ സംഭവം സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് 10 ദിവസം അത്തം മുതൽ ഞാൻ വിചാരിച്ചു 27-ാം തീയതി അത്തം തുടങ്ങണേ. പക്ഷെ അത്തം മുതൽ 10 ദിവസത്തിന് അന്ന് ഓണാണ്. പക്ഷെ ഞാന് വിചാരിച്ചായിരുന്നത് ഓണം എന്താ പറയാ ശനിയാഴ്ചയാന്നാ. ന്യൂസിലാൻഡ് നാട്ടിലേക്കുള്ള മുന്നേ ഓണാഘോഷിക്കുന്നത്. അപ്പൊ കറക്റ്റ്
പ്രശ്നമില്ല. സോട്ടോട്ടേ ആ അപ്പൊ ശരിയാ. നീ അങ്ങനെ വിചാരിക്കുന്നോട് കുഴപ്പമില്ല. നമുക്ക് എല്ലാത്തിനും ഈ സമയത്ത് നാട്ടിലാണ്. അങ്ങനെ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ എടുത്തെടുത്തിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഒരു പൂക്കളും കൂടി ഇപ്പൊ ഇന്നും നാളെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ബുധനും വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച ഓണാ അല്ലേ? അപ്പൊ ഇനി ഒരു പൂക്കളും കൂടി ഇടേണ്ടി വരും നമ്മളല്ലേ. ഞാനൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇതിന് സെപ്പറേറ്റ് ആക്കാൻ കുറച്ച് പണിയെടുക്കും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. അതിനോണ്ട് വലിയ പൂക്കളിടണം. അപ്പൊ ഓർമ്മയില്ലേ ഞാൻ മറ്റേ നമ്മുടെ തിരുവോണത്തിന്റെ അന്ന് ജോമനങ്ങളുടെ ഡിൻസെന്റിക്ക് ഉണ്ട്. ഇങ്ങോട്ട് വരോ? ആ തിരുവോണത്തിന് മറ്റേ സാധനല്ലേ എന്റെ ബലൂൺ വേർപ്പിക്കാനുള്ളത്. അപ്പം തിരുവോണത്തിന്റെ അന്ന് ഞങ്ങളുടെ ജോമോനും ഡിൻസിയൊക്കെ വരുന്നുണ്ട്. അപ്പോ അവരും എല്ലാരും കൂടിയിട്ടാണ് ഞങ്ങള് തിരുവോണം ആഘോഷിക്കാൻ പോണത്. അപ്പൊ അതിന്റെയും വീഡിയോ ഞങ്ങള് ഗ്രാൻഡ് ആക്കി ഇടുന്ന വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കാന്ന് വിചാരിക്കണേ. അവൾക്ക് ഉണ്ടാക്കി ഒരു ഐഡിയ ഉണ്ട് അല്ലേ ചേട്ടാ? എനിക്ക് അത്ര ഞാൻ ബഹറിനിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ പച്ചക്കറി സദ്യ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഞാൻ വിചാരിക്കണേ അടിപൊളിയായിട്ട് ഫുള്ള് ഒരു പച്ചക്കറി സദ്യ തന്നെ ഒരുക്കാന്ന് വിചാരിച്ചേക്കണേ. ഞങ്ങൾ സാധനങ്ങളൊക്കെ അതിനു വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റില്ലേ? മാവട്ടിക്ക് പപ്പടം മറക്കാം. അല്ല കഴിക്കാൻ പറ്റോ പപ്പടോ? പപ്പടം ഉണ്ടാക്കിയത് ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങള് ചോദിക്കുന്നത് ഓണം അടിപൊളിയായിട്ട് എല്ലാരും കൂടി സദ്യയൊക്കെ ഉണ്ടാക്കി ഓണം ആഘോഷിക്കണം. പിന്നെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെല്ലാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പം എത്രാമത്തെയാ? ഇനി ഒരു ദിവസം കൂടി അല്ലേ നമ്മളിങ്ങനെ പൂക്കളിടുള്ളത്. നമ്മൾ തിരുവോണല്ലേ. അപ്പൊ നാളെയും കൂടി നമ്മള് പൂക്കളിട്ട് കഴിഞ്ഞാ പിന്നെ മറ്റന്നാ ഓണം ഓണം തിരുവോണം പറഞ്ഞേ. തിരുവോണം അപ്പൊ എപ്പോഴും ഓണം. ദാറ്റ്സ് ഓണം. അങ്ങനെ നാളെ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേസ് ഓണം. അപ്പൊ അങ്ങനെ പൂക്കളം ഇടല് എല്ലാം കഴിഞ്ഞു. ഇനി ഒരു ദിവസം കൂടി ഇട്ടാ മതി. സന്തോഷായി മനസ്സേ? അവിടേക്ക് സന്തോഷായ? നല്ല രസമില്ലേ ഇങ്ങനെ പൂക്കളിടല്? രസമല്ലേ? നമ്മളിങ്ങനെ കൊറേ പൂക്കളിൽ നിന്ന് നമ്മളിങ്ങനെ എന്നിട്ട് പറയാ ഓരോ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ. അപ്പൊ എല്ലാവർക്കും ഉറക്കൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോ നാളെ ഇവർക്ക് സ്കൂളിൽ പോകണം, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, നിന്റെ ഡ്യൂട്ടിക്ക് പോകണം. എല്ലാരും തിരക്കായി. വീണ്ടും അടുത്ത ദിവസങ്ങളില് അതെ ഞങ്ങളുടെ കേരള സമാജത്തിന് ഓണത്തിന് പോകണം. ഞങ്ങക്ക് 11 തൊട്ട് 12 വരെ ഇത് കിട്ടിയിട്ടുണ്ട്, സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും മുടക്കാണ്ട് കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണം സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണു. കുറച്ചു പേരൊക്കെ കാണുന്നുള്ളൂ. എന്നാലും ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യണതാണ്. കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണുന്നവരെ എല്ലാവർക്കും ബൈ.